യോസഫിന്റെ പേരിൽ ഒരു ഗോത്രം പോലും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതെന്തുകൊണ്ടാണ്? അവനും യാക്കോബിന്റെ 12 മക്കളിൽ ഒരാളാണ്, അല്ലേ? പിന്നെന്താ ആ ഗോത്രത്തിൽ ഉൾപ്പെടാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? യാക്കോബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മകനായിരുന്നു ഈ യോസഫ്. മാത്രമല്ല, അവന്റെ മുഴുവൻ കുടുംബത്തെയും ക്ഷാമത്തിൽ നിന്ന് രക്ഷിച്ച് ഈജിപ്തിലെ ഏറ്റവും പ്രധാന മന്ത്രിയായിട്ട് പോലും മാറി. എന്നിട്ട് പോലും ഇസ്രായേലിലെ 12 ഗോത്രത്തിൽ അവന്റെ പേരില്ല. അത് എന്തുകൊണ്ടാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അന്യായമായ കാര്യമായിട്ട് തോന്നും, അല്ലേ? പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. യോസഫിനെ തള്ളിക്കളഞ്ഞതല്ല, നേരെ മറിച്ച് മറ്റാർക്കും കിട്ടാത്ത ഏറ്റവും വലിയ അനുഗ്രഹം അവന് കിട്ടി എന്നതാണ് സത്യം. പലർക്കും അറിയാത്ത ഈ ബൈബിൾ രഹസ്യത്തെ, നമ്മുടെ ചിന്തയെ പൂർണ്ണമായി മാറ്റിമറിക്കുന്ന രീതിയിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. യോസഫ് യാക്കോബിന്റെ 11ാമത്തെ മകനാണ്. പക്ഷേ യാക്കോബ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്ത്രീയായ റാഹേലിന് ജനിച്ച ആദ്യ മകനാണ്. യാക്കോബിന് യോസഫിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവന് ഒരു പ്രത്യേക അങ്കി സമ്മാനമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്ന് ഉൽപ്പത്തി 37 അധ്യായം നമ്മോട് പറയുന്നുണ്ട്. ഇത് കാരണം ബാക്കിയുള്ള സഹോദരന്മാർ അവനെ വെറുത്തു. അവനെ മാത്രം സ്നേഹിക്കുന്നത് കൊണ്ടും അവന് മാത്രം സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നതും കണ്ട് ബാക്കി ചേട്ടന്മാർ അവനെ വെറുത്തു. അതുകൊണ്ട് അവർ ആദ്യം അവനെ കൊല്ലാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ഏറ്റവും മൂത്ത ചേട്ടനായ റൂബൻ അതിന് സമ്മതിച്ചില്ല. ഈജിപ്തിലേക്ക് യാത്ര ചെയ്യുന്ന വ്യാപാരികൾ അതുവഴി പോകുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അവർക്ക് വിൽക്കാം, നമുക്ക് കാശ് കിട്ടും എന്നവർ പ്ലാൻ ചെയ്ത് അവനെ അവർക്ക് വിറ്റു. അപ്പൻ ഇത് അറിയാതിരിക്കാൻ വേണ്ടി ഒരു കാട്ടുമൃഗം യോസഫിനെ കൊന്നുകളഞ്ഞു എന്ന് യാക്കോബിനോട് വന്ന് പറഞ്ഞു. യാക്കോബ് ഈ വാർത്ത കേട്ട് ഒരുപാട് കരഞ്ഞു. യോസഫിനെ ഇല്ലാതാക്കണം എന്ന ഉദ്ദേശത്തിലാണ് അവന്റെ സഹോദരന്മാർ അവനെ അങ്ങനെ ചെയ്തത്. പക്ഷേ ദൈവം ഈ കാര്യങ്ങളൊക്കെ വലിയൊരു ലക്ഷ്യത്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് ഉൽപ്പത്തി 50 അധ്യായം 20 വാക്യത്തിൽ യോസഫ് തന്നെ പറയുന്നുണ്ട്. ആദ്യം യോസഫ് ഈജിപ്തിൽ ഒരു അടിമയായിട്ടാണ് എത്തിയത്. അങ്ങനെ ഫറവോന്റെ ഉദ്യോഗസ്ഥനായി പോത്തിഫറിന്റെ വീട്ടിൽ ജോലി ചെയ്യുമായിരുന്നു. ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി പ്രാപിച്ചു. ആ സമയത്ത് പോത്തിഫറിന്റെ ഭാര്യ അവൻ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചു എന്ന് കുറ്റം ചുമത്തി അവനെ ജയിലിലാക്കി. ജയിലിലും ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. കൂടെയുള്ള തടവുകാരുടെ സ്വപ്നങ്ങളെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ആ ദേശത്തിന്റെ രാജാവായ ഫറവോന് ഒരു സ്വപ്നം ഉണ്ടായി. ആ രാജ്യത്തിലുണ്ടായിരുന്ന ഒരു ജ്ഞാനിക്കും അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. 7 തടിച്ച പശുക്കളും 7 മെലിഞ്ഞ പശുക്കളും 7 തടിച്ച കുതിരകളും 7 ഉണങ്ങിയ കുതിരകളുമാണ് സ്വപ്നം കണ്ടത്. ഏത് സ്വപ്നവും വ്യാഖ്യാനിക്കുന്ന ഒരാൾ ജയിലിലുണ്ടെന്ന് രാജാവിന്റെ അധികാരി ഓർത്തെടുത്തു. അങ്ങനെ യോസഫിനെ രാജാവിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ ആ സ്വപ്നത്തെ വ്യക്തമായി വ്യാഖ്യാനിച്ചു. 7 വർഷത്തെ വിളവെടുപ്പിൽ നല്ല സമൃദ്ധവും അതിനുശേഷം വരുന്ന 7 വർഷത്തിൽ കടുത്ത ക്ഷാമവും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഫറവോൻ യോസഫിനെ മുഴുവൻ ഈജിപ്തിന്റെയും ഗവർണറായിട്ട് നിയമിച്ചു. ആ സമയത്ത് അവന് 30 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പദ്ധതി വിജയിച്ചു. നല്ല സമൃദ്ധി ഉണ്ടായിരുന്ന വർഷങ്ങളിൽ യോസഫ് ഈ ഭക്ഷണ സാധനങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചു. ഈ ക്ഷാമത്തിന് വേണ്ടി ആ ദേശം ഒരുക്കമായിരുന്നു. കനാനിലെ യാക്കോബിന്റെ കുടുംബം ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിലുള്ളവർ ഭക്ഷണത്തിന് വേണ്ടി അവിടെ വരേണ്ടി വന്നു. ഭക്ഷണത്തിന് വേണ്ടി വന്നവരിൽ അവന്റെ ചേട്ടന്മാരും ഉണ്ട് എന്ന് മനസ്സിലാക്കിയ യോസഫ് ആദ്യം ഒന്നും പറഞ്ഞില്ല. എങ്കിലും അവസാനം ഞാനാണ് യോസഫ് എന്ന് അവൻ പറഞ്ഞു. അവരെല്ലാവരും കേട്ട് അത്ഭുതപ്പെട്ട് കരഞ്ഞു. അതിനുശേഷം മുഴുവൻ കുടുംബവും ഈജിപ്തിലെ ഗോഷ്യൻ പ്രദേശത്ത് താമസം മാറി. യോസഫ് ഒരു പുരോഹിതന്റെ മകളായ ആസ്നത്തിനെ കല്യാണം കഴിച്ചു. അവർക്ക് മനശ്ശെ, എഫ്രീം എന്ന 2 ആൺമക്കൾ ജനിച്ചു. യോസഫ് ഇട്ട ആ പേരുകൾ തന്നെ അവൻ എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു എന്നുള്ള കാര്യങ്ങളെ എടുത്തു കാണിക്കുന്നുണ്ട്. മനശ്ശെ എന്നതിൻ്റെ അർത്ഥം മറക്കുന്നവൻ എന്നാണ്. കാരണം ദൈവം അവനെ തൻ്റെ മുൻകാല കഷ്ടപ്പാടുകളെല്ലാം മറക്കാനായിട്ട് സഹായിച്ചു എന്നാണ്. എഫ്രൈം എന്നതിൻ്റെ അർത്ഥം ഫലപുഷ്ടി എന്നാണ്. അടിമയായി വന്ന സ്ഥലത്ത് ദൈവം അവനെ അനുഗ്രഹിച്ചു എന്നാണ്. ഇവിടെയാണ് കാര്യങ്ങൾ മാറുന്നത്. യോസഫുമായിട്ട് വീണ്ടും ഒന്നിച്ചതിന് ശേഷം യാക്കോബ് 17 വർഷം ഈജിപ്തിൽ താമസിച്ചു. ഇനി മരിക്കാറായി എന്ന് മനസ്സിലാക്കിയ യാക്കോബ് യോസഫിന്റെ മക്കളെ അവന്റെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു. ഇത് ഉൽപ്പത്തി 48 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം യാക്കോബ് യോസഫിനോട് പറഞ്ഞു. ഞാൻ ഈജിപ്തിൽ വരുന്നതിന് മുമ്പ് ഈജിപ്തിൽ വെച്ച് നിനക്ക് ജനിച്ച നിന്റെ 2 മക്കളും, അതായത് എഫ്രൈമും മനശ്ശെയും എന്റെ പുത്രന്മാരെ കണക്കാക്കപ്പെടും എന്ന് പറഞ്ഞു. രൂബേൻ, ശിമിയോൻ പോലെ അവർക്കും അവകാശം ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ യാക്കോബ് തന്റെ സ്വന്തം പേരക്കുട്ടികളെ സ്വന്തം മക്കളായിട്ട് ദത്തെടുത്തു. പക്ഷെ യാക്കോബ് ഇങ്ങനെ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം അന്നത്തെ സംസ്കാരത്തിലാണ്. അന്നത്തെ സംസ്കാരത്തിൽ മൂത്ത മകന് ഇരട്ടി അവകാശം കിട്ടുമായിരുന്നു. പക്ഷേ രൂബേനാണ് യാക്കോബിന്റെ ആദ്യ മകൻ. എന്നാൽ ഉൽപ്പത്തി 35 അധ്യായം 22 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അവൻ ഒരു വലിയ പാപം ചെയ്തു. അവന്റെ അപ്പന്റെ വെപ്പാട്ടിയായ ബിൽഹയുമായിട്ട് അവന് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ ജന്മാവകാശം നഷ്ടപ്പെട്ടു. 1 ദിനവൃത്താന്തം 5 അധ്യായം 1-2 വാക്യങ്ങൾ ഇത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
ഈ ജന്മാവകാശം എടുത്ത് യോസഫിന്റെ പുത്രന്മാർക്ക് കൊടുത്തു. മറ്റൊരു വിധത്തിൽ പറഞ്ഞ മൂത്ത മകന്റെ ഇരട്ടി പങ്ക് യോസഫിന് കിട്ടി. അവന് 2 ആൺമക്കൾ ഉണ്ടായിരുന്നതുകൊണ്ട് എഫ്രൈം, മനശ്ശെ എന്ന ഗോത്രങ്ങളെ പ്രതിനിധീകരിക്കും എന്ന് പറഞ്ഞു. യോസഫിന്റെ പേരിൽ ഒരു ഗോത്രം ഉണ്ടാകുന്നതിന് പകരം 2 ഗോത്രങ്ങൾ ഉണ്ടായി. അങ്ങനെ യോസഫ് തന്റെ മക്കളെ മുത്തശ്ശന്റെ അടുത്ത് അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് കൊണ്ടുപോയ സമയത്ത് മൂത്തവനായ മനശ്ശെയെ യാക്കോബിന്റെ വലതുവശത്തും ഇളയവനായ എഫ്രൈമിനെ ഇടതുവശത്തും നിർത്തി. എന്ന് പറഞ്ഞ വലത് കൈവച്ച് മൂത്തവനെയും ഇടത് കൈവച്ച് ഇളയവനെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അങ്ങനെ നിർത്തി. പക്ഷെ യാക്കോബ് മനഃപൂർവ്വം കൈകൾ തിരിച്ചു വെച്ചു. അവന്റെ വലത് കൈ ഇളയവനായ എഫ്രൈമിന്റെ തലയിലും ഇടത് കൈ മൂത്തവനായ മനശ്ശെയുടെ മേലും വെച്ചു. കാഴ്ചക്കുറവ് കാരണമുണ്ടായ അബദ്ധമായിരിക്കുമെന്ന് വിചാരിച്ച് യോസഫ് അപ്പന്റെ അടുത്ത് പറഞ്ഞു, ഇല്ല അപ്പ, ഇവനാണ് മൂത്ത മകൻ, വലത് കൈ അവന്റെ മേൽ വെക്കണേ എന്ന് പറഞ്ഞു. എന്നാൽ യാക്കോബ് ഉറച്ച ശബ്ദത്തോടെ മറുപടി പറഞ്ഞു, എനിക്കറിയാം മകനെ, എനിക്കറിയാം. അവനും വലിയൊരു ജനമായി തീരും, ഇവനും മഹാനായി തീരും. എങ്കിലും അവന്റെ അനുജൻ അവനേക്കാൾ ശ്രേഷ്ഠനാകും. അവന്റെ പിൻഗാമികൾ ജനതകളുടെ ഒരു സമൂഹമായി തീരും എന്ന് പറഞ്ഞു. അത് അബദ്ധം പറ്റിയതല്ല, അതൊരു പ്രവചനമായിരുന്നു. ആ പ്രവചനം അതുപോലെ തന്നെ സംഭവിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങൾ കനാനിൽ സ്ഥിരതാമസമാക്കിയ സമയത്ത് എഫ്രൈം മറ്റെല്ലാവരെക്കാളും ശക്തനും സ്വാധീനമുള്ളവനുമായി മാറി. വടക്കൻ ഇസ്രായേൽ എന്നതിനെ പലപ്പോഴും എഫ്രൈം എന്നാണ് വിളിച്ചിരുന്നത്. ആ രാജ്യത്തിന്റെ ആദ്യ രാജാവായ യൊരോബിയാം എഫ്രൈം ഗോത്രത്തിൽ നിന്നുള്ളവനായിരുന്നു. യെശയ്യാവ് 7-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത് പോലെ തലസ്ഥാനമായ ശമരിയ എഫ്രൈമിന്റെ പ്രദേശമായിരുന്നു. ഹോശയ്യ പോലുള്ള പല പ്രവാചകന്മാരും പലപ്പോഴും വടക്കൻ ഇസ്രായേലിനെ എഫ്രൈം എന്നാണ് വിളിച്ചിരുന്നത്. മനശ്ശെയും വളർന്ന് ഒരു വലിയ ഗോത്രമായി മാറി. പക്ഷേ യാക്കോബ് പറഞ്ഞതുപോലെ എഫ്രൈം ഏറ്റവും ഉന്നതനായി. അനുഗ്രഹം എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞതല്ല, ഒരു ജനതയുടെ ചരിത്രത്തെ രൂപപ്പെടുത്തിയ ഒരു പ്രവചന പ്രസ്താവനയായിരുന്നു അത്. പക്ഷെ അതിനകത്തും ചെറിയ ചോദ്യമുണ്ട്. എഫ്രൈമും മനശ്ശെയും 2 ഗോത്രങ്ങളാണ്. യോസഫും മറ്റ് 11 സഹോദരന്മാരോടൊപ്പം യാക്കോബിന്റെ മകനാണ്. അങ്ങനെ നോക്കിയാൽ മൊത്തത്തിൽ 13 ഗോത്രങ്ങളായില്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ 12 ഗോത്രം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലേവി ഗോത്രത്തിലാണുള്ളത്. സമാഗമന കൂടാരത്തിനും ആലയത്തിന്റെ പരിപാലനത്തിനും വേണ്ടി ലേവ്യരെ വേർതിരിച്ചു എന്ന് സംഖ്യാപുസ്തകം 3-ാം അധ്യായം വിശദീകരിക്കുന്നുണ്ട്. മറ്റു ഗോത്രങ്ങളെ പോലെ അവർക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് ഒരു സ്ഥലം എന്നതിന് പകരം അവർക്ക് മറ്റു ഗോത്രങ്ങൾക്കിടയിൽ താമസിക്കാൻ പ്രധാന നഗരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആവർത്തന പുസ്തകം 18-ാം അധ്യായം 2-ാം വാക്യം പറയുന്നത് പോലെ അവരുടെ അവകാശം കർത്താവായിരുന്നു. അങ്ങനെ ആ ദേശം വിഭജിച്ച് 12 ഗോത്രങ്ങൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ രൂബേൻ, ഷിമെയോൻ, യഹൂദ, ഇസഖാർ, സെബുലൂൻ, ദാൻ, നഫ്താലി, ഗാദ്, ആഷേർ, ബെന്യാമീൻ, എഫ്രൈം, പിന്നെ മനശ്ശെ എന്നിവരായിരുന്നു. ലേവി ഗോത്രത്തിന് പ്രത്യേക സ്ഥലങ്ങളൊന്നുമില്ല. എന്നാൽ യോസഫിന് പകരം അവന്റെ 2 മക്കൾക്ക് അവകാശം കൊടുത്തു. ബൈബിളിൽ പറയുന്ന എല്ലാ ചരിത്രത്തിലും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ദൈവം വലിയവനേക്കാൾ ചെറിയവനെയാണ് തിരഞ്ഞെടുക്കുന്നത്. കയീനു മുകളിൽ ഹാബേൽ, ഇഷ്മായേലിന് മുകളിൽ ഇസഹാക്ക്, ഏശാവിന് മുകളിൽ യാക്കോബ്, മൂത്ത സഹോദരന്മാർക്ക് മുകളിൽ യോസഫ്, മനശ്ശെയ്ക്ക് മുകളിൽ എഫ്രൈം, സഹോദരന്മാർക്ക് മുകളിൽ ദാവീദ്. ഇതെന്തോ യാദൃശികമായി സംഭവിച്ചതല്ല. ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിന്റെ ഒരു മുഖമുദ്രയാണ്. മനുഷ്യർ കൊടുക്കുന്ന പ്രാധാന്യമോ യോഗ്യതകളോ അനുസരിച്ചല്ല, മറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശവും കൃപയും അനുസരിച്ചാണ്. യോസഫിന്റെ ഈ കഥ പരിവർത്തനത്തിന്റെ ഏറ്റവും ശക്തമായ കഥകളിൽ ഒന്നാണ്. സ്വന്തം സഹോദരന്മാർ അവനെ ഒറ്റിക്കൊടുത്തു, അടിമയായിട്ട് വിറ്റു, ഒരു കാര്യവും ഇല്ലാതെ അവനെ തടവിലാക്കി. എന്നാൽ ഈ കാര്യങ്ങൾ ഓരോന്നും അവനെ കൊണ്ട് തന്നെ അവന്റെ കുടുംബത്തെ രക്ഷിക്കാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അബ്രഹാമിന് കൊടുത്തിട്ടുണ്ടായിരുന്ന വാഗ്ദത്തങ്ങൾ നിറവേറ്റാനും കഴിയുന്ന രീതിയിൽ കർത്താവ് അവനെ ഉപയോഗിച്ചു. ഒരു ഈജിപ്ഷ്യൻ അമ്മയ്ക്ക് ഒരു വിദേശ രാജ്യത്ത് വെച്ച് ജനിച്ച് അവന്റെ പുത്രന്മാരെ യാക്കോബിന്റെ പുത്രന്മാരുടെ അതേ തലത്തിലേക്ക് ഉയർത്തി. അവന്റെ പേര് ആ പ്രാദേശിക ഗോത്രങ്ങളുടെ പട്ടികയിൽ ഇല്ല, പക്ഷേ അവന്റെ സാന്നിധ്യം മറ്റേതൊരു ഗോത്രങ്ങളെക്കാളും വലുതാണ്. 2 ഗോത്രങ്ങൾ, 2 പ്രദേശങ്ങൾ, 2 വംശാവലി. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.